കറമ്പി സുഖം തന്നെ. അയ്യോ സാറോ, ഇത് എപ്പോ വന്നു സാറേ? താനിത് എവിടെയായിരുന്നു? എത്ര നേരമായി ഞങ്ങളിവിടെ വന്നിട്ട്? കുംഭകർണ സേവയിലായിരുന്നിരിക്കും. അല്ല മോളെ, കുറച്ചുറങ്ങിപ്പോയി. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയില്ല. നായ വായ അടച്ചില്ല. കൊര തന്നെ കൊര. അതിന് ഭക്ഷണം ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. ഏയ് അതൊന്നല്ല, ഇന്നലെ ആരൊക്കെയോ ഇവിടെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. കള്ളന്മാരാണോ തോന്നുന്നു. കള്ളന്മാര് എന്നും ഉണ്ടാവും ഇതുപോലെ ഓരോ കഥകള്. ഇതങ്ങനെയല്ല മോളെ, കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വാൻ സ്റ്റാർട്ടാക്കി പോകുന്നത് കണ്ടു. അതുപോലെ ടൂറിസ്റ്റുകളും വഴിതെറ്റ് വന്നായിരിക്കും. ആ താൻ വേഗം പെട്ടിയൊക്കെ ഇറക്കി വെച്ച്. ഓ ആ പിന്നെ 3 പേരും വേഗം കുളിച്ചിടിയേക്ക്. ഇന്ന് സ്കൂളിൽ പോണം. ആ പോണം. കം ഓൺ, ഗെറ്റ് റെഡി, ഫാസ്റ്റ് ഫാസ്റ്റ് മൂവ്, ഗെറ്റ് റെഡി. ആ സാറേ, ഒരു കാര്യം പറയാൻ മറന്നു. ഒരു രാജഗോപാലൻ വിളിച്ചിരുന്നു. 5-8 പ്രാവശ്യം വിളിച്ചു. എന്തു പറഞ്ഞു? ഉണ്ടോന്ന് ചോദിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞു. എന്ന് വരുമെന്ന് ചോദിച്ചു. എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. വന്നാ സാറിനോട് ഉടനെ അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഓക്കെ. ഓ ഹലോ, കമ്മീഷൻ ഓഫീസ്. രാജഗോപാൽ സാറുണ്ടോ? അതെ, കമ്മീഷണർ രാജഗോപാൽ. പാടൻ, ഒരു ഫ്രണ്ടാണ്, പേര് ഹരിദാസ്. വീട്ടിൽ വിളിച്ചു, നോ റിപ്ലൈ. ഓഹോ, ലീവാണോ? എത്ര ദിവസം? വന്നാ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞോ. ഓക്കെ, താങ്ക് യു. എന്താ ഇനി റെഡി ആയില്ലേ? കമോൺ കമോൺ, ഗെറ്റ് റെഡി. ഇന്ന് സ്കൂളിൽ പോണോ ഡാഡി? ഒരു ഔട്ടിംഗ് കഴിഞ്ഞ് വന്നതിന്റെ രസമൊക്കെ പോവും. മതി മതി, ഇത്ര രസമൊക്കെ മതി. 3 പേരും വേഗം റെഡിയാ. കമോൺ കമോൺ, ഗെറ്റ് റെഡി. അതൊക്കെ പഴയ പോലീസുകാരോട് പറഞ്ഞാ മനസ്സിലാവോ എന്റെ പാർക്കുട്ടി? ഇല്ല, മനസ്സിലായില്ല. പഴയ പോലീസുകാർക്ക് നല്ല ചുട്ട അടി തരാനും അറിയാം. ഹരിദാസന്റെ മക്കളാ. ഇവിടെ അടുത്തൊരു സ്റ്റുഡിയോ സംഘടിച്ചതാ. വണ്ടി നിർത്ത്. ഹലോ രാജഗോപാൽ, വാട്ട് എ സർപ്രൈസ്. ഒട്ടും പ്രതീക്ഷയില്ല നിന്നെ. വരാൻ തോന്നിയൊരു സന്തോഷം. ടെലിഫോൺ ചെയ്ത് മടുത്തു. എത്ര ദിവസമായി? എന്താ ഔട്ടിങ്ങാടാ ഇത്? ഇവിടുന്ന് 2 ദിവസം ഒന്നും പറഞ്ഞു പോയതാ. പിള്ളേർക്ക് മതി വരുന്നില്ല. പിന്നെ അവരുടെ ഇഷ്ടത്തിനങ്ങ് നിന്നു. വീട്ടില് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. കേട്ടില്ല. ഉടനെ കാണണമെന്ന്. അതാ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആ, കുട്ടികൾക്കുള്ള ലഞ്ച് ആര് കൊണ്ടുപോകും? അത് ഞാൻ ചെന്നിട്ട് ഉടനെ കൊണ്ടുപോയിക്കോളാം. ഓ, വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതാണ് വീട്ടിൽ വെയിറ്റ് ചെയ്യാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ? പറയാം. വീട്ടിലേക്ക് പോയിക്കൂടെ? ഷുവർ. നിങ്ങൾ തിരിച്ചോളൂ, ഞാൻ ജീപ്പ് വരാം. അവർ 4 പേരും ഒരുമിച്ച് നഗരം വിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജയിൽ സൂപ്രണ്ടിനോടും വാർഡന്മാരോടും
ചില തടവ് പുള്ളികളോട് ഞാൻ അന്വേഷിച്ചു. അതനുസരിച്ച് നോക്കുമ്പോൾ അവരുടെ ലക്ഷ്യം നീയും നിന്റെ കുട്ടികളുമാണ്. പ്രതികാരം എന്നോട് മാത്രം പോരെ? എന്തിനെന്റെ കുട്ടികൾ? അവരെന്ത് തെറ്റ് ചെയ്തു? നീ വിഷമിക്കാനൊന്നുമില്ല. നമുക്ക് ഏത് വിധേനയും ഇത് തടയണം. തെറ്റുകൾ ഒരു പക്ഷെ ഞാനും ചെയ്തിട്ടുണ്ടാവാം. അതിനുള്ള ശിക്ഷ ഈശ്വരൻ എനിക്ക് തന്നു. 4 വർഷത്തോളം എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഭാര്യ വേദന കൊണ്ട് പിടഞ്ഞു മരിച്ചു. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങളെ... ഛേ, നീ ഇങ്ങനെ ഇമോഷണൽ ആയാലോ? കുട്ടികളെ പരിഭ്രമിപ്പിക്കരുത്. അവരെ ഉടനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരണം. തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് അവരെ സ്കൂളിൽ വിടണ്ട. തങ്കപ്പൻ പിള്ളേ, പിള്ളേ, എന്താ സാർ? പിള്ളേ എവിടെ? പിള്ളച്ചേട്ടൻ ലഞ്ചും കൊണ്ടുപോയി. നീ വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യ്. നമ്മൾ സ്കൂളിലോട്ട് പോവാം. നല്ല വിശപ്പ്. പിള്ള വന്നോ? ഇല്ല. വേണോ? എനിക്ക് വേണ്ട. ആ പിള്ള ഇങ്ങോട്ട് വരട്ടെ. വായി നോക്കി നിൽക്കുന്നുണ്ടാവോ എവിടെയെങ്കിലും? ലഞ്ച് കൊണ്ടുവരട്ടെ. മുഴുവൻ അയാളെ കൊണ്ട് തീറ്റിക്കണം. എങ്കിലേക്ക് കോളായി വയർ നിറച്ച് തിന്നാലോ. എന്തൊരു വിശപ്പാ. ഞങ്ങളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു. എന്ത്? എന്താ? എന്തോ പറ്റി? വണ്ടി വിട്. രമണി, രമണി, ഞങ്ങൾ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി ഉടനെ വരാം. ആര് വന്ന് വിളിച്ചാലും കഥ തുറക്കണ്ട. Yes, Haridas here. What? Madam, please tell the truth. Teacher, സാർ, ഭയപ്പെടാനൊന്നുമില്ല. ഒരു പോർല പോലും ഏറ്റിട്ടില്ല. പോലീസ് എത്തിയിട്ടുണ്ട്. അവർ കുട്ടികളോട് കാര്യം ചോദിക്കുകയാണ്. എനിക്ക് എന്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ ഷുവർ. കരയില്ലേ മക്കളെ? എന്താ ഇത്? ഒന്നുമില്ല. ആർക്കും എന്തോ അബദ്ധം പറ്റിയതാ. അല്ല, ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് ഡാഡി. എന്തിന്? Nothing to worry. Cool down. I am Rajagopal, Commissioner of Police from Kerala. വെൽക്കം. മാഡം, ഈ അവസരത്തിൽ കുട്ടികളെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ஏதாவது தகவல் கிடைச்சா தானே சார் கண்டுபிடிக்க முடியும். I will give you the details. ആദ്യം കുട്ടികളെ വീട്ടിലെത്തിക്കൂ വിത്ത് പോലീസ് സെക്യൂരിറ്റി. சார்,
പെൺകുട്ടികളെ കൊല്ലാൻ പറ്റിയില്ല. പഠിച്ച വിദ്യകളെല്ലാം മറന്നോ? അതോ കണ്ണുപിടിക്കണ്ടായോ? ബാബ, ഇന്ന് രാത്രി അത് നടന്നിരിക്കും. അതിനവരൊക്കെ മണ്ടന്മാരായിരിക്കണം. പോലീസ് വന്ന് അറിഞ്ഞിട്ടുണ്ടാവും ആ വീട്ടില്. ആ പരിസരത്തെങ്ങാനും കണ്ട അതിന്റെ ശവം പോലും കിട്ടില്ല. ആർക്ക് വേണം എന്റെ ശവം? കൊന്നോട്ടെ. പ്രാണം പോകുന്നതിന് മുമ്പ് ഒന്നിനെയെങ്കിലും ഞാൻ കൊന്നിരിക്കും. നീ ചത്ത എന്റെ ചെറുകൊടിഞ്ഞവലല്ലടാ. മരിക്കുന്നെങ്കിൽ നമുക്കൊരുമിച്ചാകാം. ബാബ, സാരമല്ല. ഈ ദുനിയാവിൽ എവിടെ പോയി ഒളിച്ചാലും പോലീസും പട്ടാളവും കാവൽ നിന്നാലും അവനെ മക്കളെയും നമ്മൾ കൊന്നിരിക്കും. ഉം.